സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം കേട്ടോ. ഞാനിപ്പോൾ പോവുക എന്നുള്ളതിന് എങ്ങനെ പറയാം? ഐ ആം ഗോയിങ് നൗ. ഞാനിപ്പോൾ പോവുകയാണ്. ഐ ആം ഗോയിങ് നൗ. ഞാനിപ്പോൾ പോവുക. ഐ ആം ഗോയിങ് നൗ. ഞാനിപ്പോൾ പോവുക. നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ഗോയിങ് എന്ന് പറഞ്ഞാൽ പോവുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ ഐ ആം ഗോയിങ് നൗ. ഞാനിപ്പോൾ പോവുക. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കാമെന്ന് എങ്ങനെ പറയാം? ഐ ആം സിറ്റിംഗ് ഹിയർ നൗ. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. ഐ ആം സിറ്റിംഗ് ഹിയർ നൗ. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുക. ഐ ആം സിറ്റിംഗ് ഹിയർ നൗ. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. ഐ ആം സിറ്റിംഗ് ഹിയർ നൗ. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. എങ്ങനെ പറയാമെന്ന് ഇങ്ങനെ പറയാം? ഹൗ ക്യാൻ ഐ സേ. ഞാനെങ്ങനെ 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 പറയാം? ഞാൻ അവിടേക്ക് പോവുകയാണ്. ഐ ആം ഗോയിങ് ദർ നൗ. ഞാൻ അവിടേക്ക് പോവുകയാണ്. ഐ ആം ഗോയിങ് ദർ നൗ. ഞാൻ അവിടേക്ക് പോവുകയാണ്. ഐ ആം ഗോയിങ് ദർ നൗ. ഞാൻ അവിടേക്ക് പോവുകയാണ്. ഐ ആം ഗോയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പോവുകയാണ്. ദർ എന്ന് പറഞ്ഞാൽ അവിടെ. നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അവിടേക്ക് പോവുകയാണ്. ഐ ആം ഗോയിങ് ദർ നൗ. ഞാനിപ്പോൾ അവിടേക്ക് പോവുകയാണ്. ഞാൻ അവിടേക്ക് പോവുകയാണ് എന്നിങ്ങനെ പറയാം? ഐ ആം ഗോയിങ് ദർ. ഞാൻ അവിടേക്ക് പോവുകയാണ്. 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 ഞാനത് പറയാൻ പോകുക എന്നിങ്ങനെ പറയാം? ഐ ആം ഗോയിങ് ടു സേ ഇറ്റ്. ഞാനത് പറയാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു സേ ഇറ്റ്. ഞാനത് പറയാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു സേ ഇറ്റ്. ഞാനത് പറയാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു സേ ഇറ്റ്. ഞാനത് പറയാൻ പോവുകയാണ്. അവരെല്ലാവരും എന്നോട് ചോദിച്ചു എന്നിങ്ങനെ പറയാം? ദേ ആൾ ആസ്ക്ഡ് മീ. അവരെല്ലാവരും എന്നോട് ചോദിച്ചു. ദേ ആൾ ആസ്ക്ഡ് മീ. അവരെല്ലാവരും എന്നോട് ചോദിച്ചു. ദേ ആൾ ആസ്ക്ഡ് മീ. അവരെല്ലാവരും എന്നോട് ചോദിച്ചു. ദേ എന്ന് പറഞ്ഞാൽ അവർ, ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും, ആസ്ക്ഡ് മീ എന്ന് പറഞ്ഞാൽ ചോദിച്ചു. ദേ ആൾ ആസ്ക്ഡ് മീ. അവരെല്ലാവരും എന്നോട് ചോദിച്ചു. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാം? കുഡ് നോട്ട് ആൻസർ ദെയർ ക്വസ്റ്റ്യൻ. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. കുഡ് നോട്ട് ആൻസർ ദെയർ ക്വസ്റ്റ്യൻ. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. കുഡ് നോട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ല. ദെയർ ക്വസ്റ്റ്യൻ അവരുടെ ചോദ്യങ്ങൾക്ക്. കുഡ് നോട്ട് ആൻസർ, ആൻസർ എന്ന് പറഞ്ഞാൽ ഉത്തരം. കുഡ് നോട്ട് ആൻസർ ദെയർ ക്വസ്റ്റ്യൻ. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. കുഡ് നോട്ട് ആൻസർ ദെയർ ക്വസ്റ്റ്യൻ. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അവരുടെ ചോദ്യം കേട്ട് ഞാൻ അന്തം വിട്ടു എന്നെങ്ങനെ പറയാം? ഐ വാസ് സ്പീച്ച്ലെസ് ആഫ്റ്റർ ഹിയറിങ് ദെയർ ക്വസ്റ്റ്യൻ. അവരുടെ ചോദ്യം കേട്ട് ഞാൻ അന്തം വിട്ടു. ഐ വാസ് സ്പീച്ച്ലെസ് ആഫ്റ്റർ ഹിയറിങ് ദെയർ ക്വസ്റ്റ്യൻ. അവരുടെ ചോദ്യം കേട്ട് ഞാൻ അന്തം വിട്ടു. ഐ വാസ് സ്പീച്ച്ലെസ് എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കാൻ പറ്റാതെ, അതായത് അന്തം വിട്ടു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഐ വാസ് സ്പീച്ച്ലെസ് ആഫ്റ്റർ ഹിയറിങ് ദെയർ ക്വസ്റ്റ്യൻ. അവരുടെ ചോദ്യം കേട്ടപ്പോൾ. ഹിയറിങ് ദെയർ ക്വസ്റ്റ്യൻ, ചോദ്യം കേട്ടപ്പോൾ.
അവരുടെ ചോദ്യം കേട്ടപ്പോഴാണ് ഞാൻ അന്തം വിട്ടത്. എങ്ങനെയാണ്? ഐ വാസ് സ്പീച്ച്ലെസ് ആഫ്റ്റർ ഹിയറിംഗ് ദെയർ ക്വസ്റ്റ്യൻ. അവരുടെ ചോദ്യം കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ടു. ഐ വാസ് സ്പീച്ച്ലെസ് ആഫ്റ്റർ ഹിയറിംഗ് ദെയർ ക്വസ്റ്റ്യൻ. അവരുടെ ചോദ്യം കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ടു. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, അവരോടൊക്കെ ഉത്തരം പറഞ്ഞ് ഞാൻ മടുത്തു. ഐ ആം ടയേർഡ് ഓഫ് ആൻസറിങ് ദം ആൾ. അവരോടൊക്കെ ഉത്തരം പറഞ്ഞ് മടുത്തു. ഐ ആം ടയേർഡ് ഓഫ് ആൻസറിങ് ദം ആൾ. അവരോടൊക്കെ ഉത്തരം പറഞ്ഞ് ഞാൻ മടുത്തു. ഐ ആം ടയേർഡ് ഓഫ് ആൻസറിങ് ദം ആൾ. അവരോടൊക്കെ ഉത്തരം പറഞ്ഞ് ഞാൻ മടുത്തു. അവരുടെ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചു എന്ന് എങ്ങനെ പറയാ? ഐ ഗോട്ട് ആംഗ്രി എവറി ടൈം ഐ ഹേർഡ് ദെയർ ക്വസ്റ്റ്യൻ. അവരുടെ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചു. ഐ ഗോട്ട് ആംഗ്രി എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം പിടിച്ചു. നമ്മൾ പറയില്ല എനിക്ക് ദേഷ്യം പിടിച്ചു അവരുടെ ചോദ്യം കേട്ടപ്പോൾ എന്ന് പറയില്ല. ഐ ഗോട്ട് ആംഗ്രി എവറി ടൈം. എനിക്ക് ദേഷ്യം പിടിച്ചു. ഐ ഹേർഡ് ദെയർ ക്വസ്റ്റ്യൻ. അവരുടെ ചോദ്യം കേട്ടപ്പോൾ ഐ ഹേർഡ് എന്ന് പറഞ്ഞാൽ കേൾക്കുക. ദെയർ ക്വസ്റ്റ്യൻ അവരുടെ ചോദ്യങ്ങൾ. ഐ ഗോട്ട് ആംഗ്രി എവറി ടൈം ഐ ഹേർഡ് ദെയർ ക്വസ്റ്റ്യൻ. അവരുടെ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചു. ഐ ഗോട്ട് ആംഗ്രി എവറി ടൈം ഐ ഹേർഡ് ദെയർ ക്വസ്റ്റ്യൻ. അവരുടെ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചു.